ഹലോ വെൽക്കം ടു മൈ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ട്രാൻസാക്ഷണൽ അനാലിസിസ് ആണ്. ഈ ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ഡോക്ടർ എറിക് ബെർണയാണ്. അപ്പോൾ ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കാൻ, ഹ്യൂമൻസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻസിനെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. അപ്പോൾ ഈ ട്രാൻസാക്ഷൻ ഒരു അനാലിസിസ് വഴി ഒരു വ്യക്തിക്ക് ഒരു സെൽഫ് അവെയർനെസ് ഉണ്ടാവും. അതുവഴി പേഴ്സണൽ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും. സോ റിലേഷൻഷിപ്സ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്? ട്രാൻസാക്ഷണൽ അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ തെറാപ്പിയിൽ യൂസ് ചെയ്യുന്നുണ്ട്, കൗൺസിലിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട്, എഡ്യൂക്കേഷന് യൂസ് ചെയ്യുന്നുണ്ട്, മാനേജ്മെൻറ്റിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ട്രാൻസാക്ഷൻ അനാലിസിസ് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഒരു ഇൻഡിവിജ്വലിൻ്റെ ബിഹേവിയർ മനസ്സിലാക്കാനും ഇൻട്രാക്ഷൻസ് ഒക്കെ മനസ്സിലാക്കാനും വേണ്ടിയിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്? ട്രാൻസാക്ഷൻ അനാലിസിസ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് സാധ്യമാവുന്നതെന്ന് നോക്കണ്ടേ? ഇതിന് രണ്ട് കോൺസെപ്റ്റാണ് മെയിൻലി പറയുന്നത്: ഈഗോ സ്റ്റേറ്റ്സും ഈഗോഗ്രാമും. അപ്പോൾ എന്താണ് ഈഗോ സ്റ്റേറ്റ് എന്ന് നോക്കാം. ഈഗോ സ്റ്റേറ്റ്സ് ഇൻ ട്രാൻസാക്ഷൻ അനാലിസിസ്. ഈഗോ സ്റ്റേറ്റ്സ് ആർ പാറ്റേൺസ് ഓഫ് തിങ്കിങ്, ഫീലിംഗ് ആൻഡ് ബിഹേവിങ്. ഒരു ഇൻഡിവിജ്വലിൻ്റെ തിങ്കിങ്ങിനെ കുറിച്ചും ഫീലിങ്ങിനെ കുറിച്ചും അയാൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ഇതൊക്കെയാണ് ഈഗോ സ്റ്റേറ്റ്സിൽ പറയുന്നത്. ഇത് മെയിൻലി നമുക്ക് 3 തരത്തിലുള്ള ഈഗോ സ്റ്റേറ്റ്സ് ആണ് ഉള്ളത്: പേരൻ്റൽ ഈഗോ സ്റ്റേറ്റ്, അഡൽട്ട് ഈഗോ സ്റ്റേറ്റ് ആൻഡ് ചൈൽഡ് ഈഗോ സ്റ്റേറ്റ്. ഒരു ഇൻഡിവിജ്വലിന് തന്നെ പലതരത്തിലുള്ള ഈഗോ സ്റ്റേറ്റ് പല പല സന്ദർഭങ്ങളിൽ കാണിക്കും. ഒന്നുകിൽ പേരൻ്റൽ ഈഗോ സ്റ്റേറ്റ് കാണിക്കും, അല്ലെങ്കിൽ അഡൽട്ട് ഈഗോ സ്റ്റേറ്റ് കാണിക്കും, അല്ലെങ്കിൽ ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് കാണിക്കും. ഇത് പല പല തോതിലായിരിക്കും ഒരു ഇൻഡിവിജ്വലിനുള്ളത്. ഏതെങ്കിലും ഒരു ഈഗോ സ്റ്റേറ്റ് എപ്പോഴും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കും. ഒന്ന് ഇത്തിരി കുറവായിരിക്കും, ഒന്ന് കുറച്ച് മീഡിയം ലെവലും അങ്ങനെയൊക്കെ നിൽക്കും. അപ്പം നമുക്ക് ആദ്യം പേരൻ്റൽ ഈഗോ സ്റ്റേറ്റ് എന്താണെന്ന് നോക്കാം. പേരൻ്റൽ ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു തോട്ട് കോൺസെപ്റ്റാണ്. അതായത് ബിഹേവിയേഴ്സ്, തോട്ട്സ് ആൻഡ് ഫീലിങ്സ് കോപ്പീഡ് ഫ്രം പേരൻ്റൽ ഫിഗേഴ്സ്. ഒരു പേരൻ്റൽ ഫിഗറിൽ നിന്ന് വരുന്ന ബിഹേവിയർ, തോട്ട്സ് ആൻഡ് ഫീലിങ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പേരൻ്റൽ ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അത് തന്നെ 2 ടൈപ്പാണുള്ളത്. നർച്ചറിങ് പേരൻറ്റും ഉണ്ട്, ക്രിട്ടിക്കൽ പേരൻറ്റും ഉണ്ട്. നർച്ചറിങ് പേരൻ്റ് എന്ന് വെച്ചാൽ എന്താ? പേരിലുള്ളതുപോലെ തന്നെ കുറച്ച് കെയറിങ്ങും സപ്പോർട്ടിങ് ആയിട്ടുള്ള പേരൻ്റ് ആയിരിക്കും നർച്ചറിങ് പേരൻ്റ് എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ പേരൻ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പേരിലുള്ളതുപോലെ തന്നെ ഭയങ്കര ജഡ്ജ്മെൻ്റൽ ആയിരിക്കും. അതുപോലെ തന്നെ നല്ല കൺട്രോളിങ് ആയിട്ടുള്ള പേരൻ്റ് ആയിരിക്കും എന്ത്? ക്രിട്ടിക്കൽ പേരൻ്റ് എന്ന് പറയുന്നത്. സോ ഞാൻ ഇതൊരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു കുട്ടി മറിഞ്ഞു വീഴുന്നു. അപ്പം അവിടെ കണ്ടുകൊണ്ട് നിന്ന വ്യക്തിയുടെ ക്രിട്ടിക്കൽ പേരൻ്റ് ആണ് അവിടെ പ്രതിഫലിക്കുന്നതെങ്കിൽ ആ വ്യക്തി എങ്ങനെയായിരിക്കും ആ കുട്ടിയെടുത്ത് ചെന്നിട്ട് പറയുക? നിൻ്റെ അടുത്ത് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഓടിക്കളിക്കരുതെന്ന്, മറിഞ്ഞു വീഴുമെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ. അവർ സ്കോൾഡ് ചെയ്യുക, ഒന്നുകിൽ വഴക്ക് പറയുക, കൺട്രോൾ ചെയ്യുക. അതിനാണ് നമ്മൾ ക്രിട്ടിക്കൽ പേരൻ്റ് എന്ന് പറയുന്നത്. അപ്പം നർച്ചറിങ് പേരൻ്റ് എന്തായിരിക്കും? കുട്ടി മറിഞ്ഞു വീഴുന്ന ഉടനെ തന്നെ ഓടി ചെന്നിട്ട് അയ്യോ എൻ്റെ മോനെ നിനക്ക് എന്തെങ്കിലും പറ്റിയോ, എന്തെങ്കിലും മുറിഞ്ഞോ എന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുക. അതായത് അവിടെ ഒരു കെയറിങ് ആൻഡ് സപ്പോർട്ടിങ് ബിഹേവിയർ ആണ് എന്തെന്ന് കാണിക്കുന്നത്? നർച്ചറിങ് പേരൻറ്റിൽ കാണിക്കുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് ഈഗോ സ്റ്റേറ്റ് ആണ് പേരൻ്റൽ ഈഗോ സ്റ്റേറ്റ്. പേരൻ്റൽ ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ബിഹേവിയർ, തോട്ട്സ് ആൻഡ് ഫീലിങ്സ് കോപ്പീഡ് ഫ്രം പേരൻ്റൽ ഫിഗേഴ്സ്. അത് തന്നെ മെയിൻലി 2 തരത്തിലുണ്ട്. ക്രിട്ടിക്കൽ പേരൻറ്റും ഉണ്ട്, നർച്ചറിങ് പേരൻറ്റും ഉണ്ട്. ഇനി അടുത്ത സെക്കൻഡ് ഈഗോ സ്റ്റേറ്റ് ആണ് അഡൽട്ട് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇത് കുറച്ചുകൂടി ഒരു ഫാക്ട് കോൺസെപ്റ്റ് ആണ്. അതായത് ലോജിക്കൽ, റാഷണൽ ആൻഡ് ഡേറ്റ ഡ്രിവൺ ആണ്. നമുക്ക് കുറച്ചുകൂടി ഇവിടെ കുറച്ച് നമ്മൾ സയൻറ്റിഫിക്കലി ആ വ്യക്തി ചിന്തിക്കും. ഒരു വ്യക്തിയുടെ അഡൽട്ട് ഈഗോ സ്റ്റേറ്റ് ആണ് ഇപ്പം ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ പുറത്ത് വരുന്നതെങ്കിൽ ആ വ്യക്തി കുറച്ചുകൂടി ഒന്ന് സയൻറ്റിഫിക്കലി എന്തൊരു ഫാക്റ്റൊക്കെ റിലേറ്റ് ചെയ്തായിരിക്കും ചിന്തിക്കുക. അപ്പം ആ സമയം എന്ത് ഡിസിഷൻ എടുക്കണം, ചിന്തിച്ചിട്ട് പ്രവർത്തിക്കും, ലോജിക്കലി ചിന്തിക്കും. അതായത് ഇമോഷണലി അടിപ്പെട്ട് പോകാതെ അവിടെ കൃത്യമായിട്ടുള്ള സൊല്യൂഷന് പുറകെ ആയിരിക്കും അവർ പോവുക. അപ്പോൾ അവർക്ക് എന്തായിരിക്കും? പ്രോബ്ലം സോൾവിങ് ആൻഡ് ഡിസിഷൻ മേക്കിങ്ങിനായിരിക്കും അവർ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ ഈ അഡൽട്ട് ഈഗോ സ്റ്റേറ്റ് ഞാൻ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞു തരാം. അപ്പം നേരത്തെ പോലെ ഒരു കുട്ടി മറിഞ്ഞു വീണെന്ന് വെച്ചോ. അപ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുന്ന വ്യക്തി എന്തായിരിക്കും ചെയ്യുക? ഓടി വന്നിട്ട് അപ്പം തന്നെ മുറിവ് നന്നായിട്ട് നോക്കും.
അപ്പോൾ നല്ല ഗുരുതരമായിട്ടുള്ള മുറിവാണോ എന്നൊക്കെ നോക്കിയിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കെട്ടിക്കൊടുക്കും, മരുന്നൊക്കെ വെച്ച് നല്ല ഫിക്സ് ചെയ്ത് അത് കൊടുക്കും. അതായത് അവരവിടെ എന്താ ചെയ്തത്, ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ എവിടെ പറയുന്നത്, അഡൽട്ട് ഈഗോ സ്റ്റേറ്റിൽ പറയുന്നത്. അപ്പം ഈ ഒരു ഇപ്പോൾ ഒരു കുട്ടി മറിഞ്ഞു വീണു, ആ കുട്ടി പേരൻ്റിൽ, അപ്പോൾ അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന വ്യക്തിക്ക് ഒന്നുകിൽ പേരൻ്റൽ ഈഗോ സ്റ്റേറ്റ് ആയിരിക്കാം, അതുമല്ലെങ്കിൽ അഡൽട്ട് ഈഗോ സ്റ്റേറ്റ് ആയിരിക്കാം. അഡൽട്ട് ഈഗോ സ്റ്റേറ്റിലുള്ളൊരു വ്യക്തിയാണെങ്കിൽ എങ്ങനെ ചെയ്യും, ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനായിരിക്കും അവർ മാക്സിമം നോക്കുക. മനസ്സിലായോ? അതാണ് അഡൽട്ട് ഈഗോ സ്റ്റേറ്റിൽ നമ്മൾ പറയുന്നത്. ഇനി അടുത്തത് ചൈൽഡ് ഈഗോ സ്റ്റേറ്റ്. അതാണ് നമ്മുടെ മൂന്നാമത്തെ ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അവിടെ കുറച്ചുകൂടി ഒരു തോട്ട് കോൺസെപ്റ്റ് ആയിരിക്കും. അവിടെ എന്തായിരിക്കും, തോട്ട്സ്, ഇമോഷൻസ്, ബിഹേവിയേഴ്സ് ഫ്രം ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ്. അപ്പം ഒരു കുറച്ചുകൂടി എങ്ങനത്തുള്ള സംഭവങ്ങൾ അവിടെ വരുന്നത്, ഒരു കുറച്ചുകൂടി ഇമോഷൻസിനായിരിക്കും അവിടെ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക. റിയാക്ഷൻസ്, കുറച്ചുകൂടി പ്ലേഫുൾ ആയിട്ടുള്ളൊരു ഈഗോ സ്റ്റേറ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ എക്സ്പീരിയൻസിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് അവർ മുന്നേ അവർക്ക് ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസിൽ നിന്നായിരിക്കും അവർ കൂടുതലായിട്ട് ഡിസിഷനും കാര്യങ്ങളും എടുക്കുക, അല്ലെങ്കിൽ പ്രവർത്തിക്കുക, എന്തെങ്കിലും ചെയ്യുക. ഇതും രണ്ട് തരത്തിലുണ്ട്. ഫ്രീ ചൈൽഡും ഉണ്ട്, അഡാപ്റ്റഡ് ചൈൽഡും ഉണ്ട്. ഫ്രീ ചൈൽഡ് എന്ന് പറയുമ്പം ഭയങ്കര സ്പോണ്ടേനിയസ് ആയിരിക്കും, ക്രിയേറ്റീവ് ആയിരിക്കും, അതുപോലെ തന്നെ ഫൺ ലവിങ് ആയിരിക്കും. അഡാപ്റ്റഡ് ചൈൽഡ് എന്ന് പറയുമ്പോഴോ ഭയങ്കര ഒബീഡിയൻ്റ് ആയിരിക്കും, പിന്നെ ഭയങ്കര റിബല്യസ് ആയിരിക്കും, കുറച്ച് ആങ്ഷ്യസ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കും ആർക്ക്, അഡാപ്റ്റഡ് ചൈൽഡ് എന്ന് പറയുന്നത്. ഇത് നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഒരു ഫ്രീ ചൈൽഡ് ആണെന്ന് വെച്ചോ. അപ്പോൾ ആ ഫ്രീ ചൈൽഡ്, ആ കുട്ടി മറിഞ്ഞു വീണെന്ന് വെച്ചോ. അപ്പോൾ ആളുടെ ഫ്രീ ചൈൽഡ് എന്ന് പറയുന്ന ഒരു ഈഗോ സ്റ്റേറ്റ് ആണ് അവിടെ വരുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും, അവർ അയ്യോ ഞാൻ മറിഞ്ഞു വീണല്ലോ, സാരമില്ല പോട്ട് എന്നും പറഞ്ഞിട്ട് വീണ്ടും കളിക്കാൻ പോകും. അത് വലിയ കാര്യമായിട്ട് അവർ എടുക്കാറേ ഇല്ല. ഭയങ്കര സ്പോണ്ടേനിയസ് ആയിരിക്കും, പ്ലേഫുൾ ആയിരിക്കും, കെയർ ഫ്രീ ആയിരിക്കും. അവരൊന്നിനെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കത്തില്ല. സാരമില്ല പോട്ടെ എന്നും പറഞ്ഞിട്ട് തൂത്ത് എഴുന്നേറ്റ് വീണ്ടും കളിക്കാൻ പോവുകയാണ് ചെയ്യുന്നത് ഫ്രീ ചൈൽഡ്. ഇനി അഡാപ്റ്റഡ് ചൈൽഡ് എന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കും, അവർ പെട്ടെന്ന് പേടിക്കും. അവർ മറിഞ്ഞു വീണ ഉടനെ തന്നെ പേടിക്കും. അയ്യോ ഇനി മരുന്ന് വെക്കുമോ, അപ്പം മരുന്ന് വെക്കാനുള്ള മുറിവിനകത്ത് മരുന്ന് ഒഴിക്കുമ്പോൾ എനിക്ക് വേദനിക്കുമോ, ഇനി ഇഞ്ചക്ഷൻ എടുക്കുമോ, ആ രീതിയിലൊക്കെ അവർ ചിന്തിക്കും. പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്നൊക്കെ അവർ ചിന്തിച്ചിട്ട് അവർ പേടിക്കാനും അങ്ങനെയൊക്കെ തുടങ്ങും. അവർ എക്സ്പീരിയൻസിൽ നിന്നായിരിക്കും കൂടുതൽ ചിന്തിക്കുക. അപ്പോൾ അങ്ങനത്തുള്ള ചൈൽഡിനാണ് നമ്മൾ അഡാപ്റ്റഡ് ചൈൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്, ഫ്രീ ചൈൽഡും ഉണ്ട്, അഡാപ്റ്റഡ് ചൈൽഡും ഉണ്ട്. നമ്മൾ നോക്കാൻ പോകുന്നത് ഈഗോഗ്രാം എന്താണെന്നാണ്. ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എ പേഴ്സൺസ് ഈഗോ സ്റ്റേറ്റ് പ്രൊപ്പോർഷൻസ്. അതായത് നമ്മൾ പറഞ്ഞല്ലോ ഒരു വ്യക്തിക്ക് ഈ 3 ഈഗോ സ്റ്റേറ്റും കാണുമെന്ന്. അപ്പോൾ ഈ 3 ഈഗോ സ്റ്റേറ്റും ഏതൊക്കെ പ്രൊപ്പോർഷനിലാണ് ഉള്ളതെന്ന് നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ ഈഗോഗ്രാം എന്ന് പറയുന്നത്. അതായത് പേരൻ്റൽ ഈഗോ സ്റ്റേറ്റ് ആണോ കൂടുതൽ, അഡൽട്ട് ഈഗോ സ്റ്റേറ്റ് ആണോ കൂടുതൽ, ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് ആണോ കൂടുതൽ, ഈ 3 പ്രൊപ്പോർഷൻസിനെ നമ്മളൊരു ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യും. അതിനാണ് നമ്മൾ ഈഗോഗ്രാം എന്ന് പറയുന്നത്. അപ്പം നമുക്കിത് ആ ഒരു ഈഗോഗ്രാം കാണുമ്പോൾ തന്നെ മനസ്സിലാവും അയാൾക്ക് ഏത് ഈഗോ സ്റ്റേറ്റ് ആണ് ഡോമിനൻ്റ് ആയിട്ടുള്ളത്, ഏതാണ് വീക്ക് ആയിട്ടുള്ളത് നമുക്ക് ആ ഈഗോഗ്രാമിൽ നിന്ന് തന്നെ മനസ്സിലാക്കും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു വ്യക്തിക്ക് വേണമെങ്കിൽ അവർക്ക് കമ്മ്യൂണിക്കേഷൻസ് ഒന്നും കൂടി ബെറ്റർ ആക്കാം, അവരുടെ സ്വഭാവം ഒന്നും കൂടി നന്നാക്കാം. അതേപോലെ തന്നെ നമുക്ക് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പും ഒന്നും കൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഈഗോഗ്രാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഈഗോഗ്രാമിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. ഇതിവിടെ ഒരു ഈഗോഗ്രാമാണ്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഇവിടെ ഫസ്റ്റ് എന്താ ഉള്ളത്, ക്രിട്ടിക്കൽ പേരൻ്റ് ഉണ്ട്, രണ്ടാമത് നർച്ചറൻ പേരൻ്റ് ഉണ്ട്, പിന്നെ മൂന്നാമതായിട്ട് അഡൽട്ട് ഈഗോ സ്റ്റേറ്റ്, നാലാമതായിട്ട് അഡാപ്റ്റീവ് ചൈൽഡും അഞ്ചാമതായിട്ട് ഫ്രീ ചൈൽഡുമാണ് ഉള്ളത്. അപ്പം ആദ്യത്തെ രണ്ടെണ്ണം എന്ത് സ്റ്റേറ്റാണ്, പേരൻ്റൽ ഈഗോ സ്റ്റേറ്റാണ്. മൂന്നാമത്തത് അഡൽട്ട് ഈഗോ സ്റ്റേറ്റാണ്. 4ഉം 5ഉം ചൈൽഡ് ഈഗോ സ്റ്റേറ്റാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതലുള്ള ഏതാ, അഡൽട്ട് ഈഗോ സ്റ്റേറ്റാണ് ഉള്ളത്. അതായത് ഈ വ്യക്തി എങ്ങനത്തുള്ള വ്യക്തിയായിരിക്കും, പ്രോബ്ലം സോൾവിങ്ങിനും ഡിസിഷൻ മേക്കിങ്ങിനും ഒക്കെ ആയിരിക്കും കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവർക്ക് കുറച്ച് ലോജിക്കലി ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഇതെന്ന് മനസ്സിലായി. രണ്ടാമത് ഏറ്റവും കൂടുതൽ ഏതാ, ഫ്രീ ചൈൽഡാണ്. അതായത് അവർ കുറച്ചുകൂടി സ്പോണ്ടേനിയസ് ആണ്, ഭയങ്കര ക്രിയേറ്റീവാണ്, ഫൺ ലവിങ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. പിന്നെ കൂടുതൽ കാണിക്കുന്നത് നർച്ചറൻ പേരൻറ്റ്, അതായത് കുറച്ച് കെയറിങ്ങും സപ്പോർട്ടിങ്ങും ആയിട്ടുള്ളൊരു വ്യക്തിയാണ്.
പിന്നെ കുറച്ച് ലേശം കുറവല്ല ആരാ കിടക്കുന്നത്? അഡാപ്റ്റീവ് ചൈൽഡ്. അവർ കുറച്ചൊരു ഒബീഡിയൻറ്റും ആങ്ഷ്യസും ഒക്കെയാണ്, പക്ഷെ അത്രയ്ക്കില്ല, ബട്ട് വളരെ കുറവാണ്. ഏറ്റവും കുറവ് എന്താണ്? ക്രിട്ടിക്കൽ പേരൻറ്റ്. അവർ ലെസ് കൺട്രോളിങ്ങും ആയിട്ടുള്ളൊരു വ്യക്തിയാണ്, ലെസ് ഡോമിനൻ്റ് ആണ്. അങ്ങനെ എല്ലാവരെയും കൺട്രോൾ ചെയ്യാനോ അങ്ങനെയൊന്നും പോകുന്നൊരു വ്യക്തിയല്ല. അപ്പോൾ ക്രിട്ടിക്കൽ പേരൻറ്റ് അവർക്ക് കുറച്ച് കുറവാണ്. സോ ഇതിൽ നിന്ന് നമുക്കൊരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ഏത് സ്റ്റേറ്റ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ആ വ്യക്തിക്ക് ഡോമിനൻ്റ് ആയിട്ടുള്ള ഏത് ഈഗോ സ്റ്റേറ്റ് ആണെന്ന് ചോദിച്ചാൽ അഡൽട്ട് ഈഗോ സ്റ്റേറ്റ് ആണ്. സോ ഒരു വ്യക്തിയുടെ എല്ലാ വിധത്തിലുള്ള സ്വഭാവവും ഈ ഒരു ഈഗോ ഗ്യാമിൽ നിന്ന് മനസ്സിലാവും. സോ നമ്മളിതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്. നമ്മൾ ട്രാൻസാക്ഷൻ അനാലിസിസ് എന്താണെന്ന് പറഞ്ഞു. ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വ്യക്തിയുടെ ബിഹേവിയർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസാക്ഷൻ അനാലിസിസ് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ മെയിൻലി 2 കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്. ഈഗോ സ്റ്റേറ്റും ഈഗോ ഗ്രാമും. ഈഗോ സ്റ്റേറ്റ് 3 തരത്തിലുണ്ട്: പേരൻ്റൽ ഈഗോ സ്റ്റേറ്റ്, അഡൽട്ട് ഈഗോ സ്റ്റേറ്റ് ആൻഡ് ചൈൽഡ് ഈഗോ സ്റ്റേറ്റ്. അപ്പോൾ ഈഗോ ഗ്രാം എന്താണെന്ന് ചോദിച്ചാൽ ഈ 3 ഈഗോ സ്റ്റേറ്റും ഒരു വ്യക്തിയിൽ ഏതൊക്കെ പ്രൊപ്പോർഷനിൽ കാണുന്നു എന്ന് സൂചിപ്പിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? ഈഗോ ഗ്രാം വെച്ചിട്ടാണ്. സോ താങ്ക് യു.